ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ഒറ്റപ്പാലത്തുള്ള വരിക്കശ്ശേരി മന കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് പാലക്കാടിൻ്റെ അത്രയും അടുത്തുണ്ടായിട്ട് പോലും ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ സിനിമ ഷൂട്ടിംഗുകാരൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, നല്ലപോലെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നവർക്ക്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റൊക്കെ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ നല്ലൊരു വീട് കാണാം, മന കാണാം. ഇവിടെ പല ഷൂട്ടിങ്ങും ലൊക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഏത് സിനിമ അങ്ങനെയൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് നല്ലപോലെ അവർ ഈ കെട്ടിടം നല്ലപോലെ സൂക്ഷിക്കുന്നുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അവർ ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മന കാണുവാണെങ്കിൽ, സിനിമ കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ കഴിയും ഏത് സിനിമയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. എന്നാലും പാലക്കാട് ചൂടായതുകൊണ്ട് വരിക്കശ്ശേരി മനയിലും വന്ന് കാണാൻ പറ്റി. ഇതാണ് അതിൻ്റെ ഓരോ അകത്തളങ്ങളും. കുട്ടികളൊക്കെ ഏണിപ്പടി കയറി അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയപ്പോൾ എനിക്കൊരു ജിജ്ഞാസ. ഞാനും കയറി നോക്കി. ആട്ടുകല്ലിരിക്കുന്നുണ്ടോ, അരി ആട്ടുന്ന കല്ലൊക്കെ. ഇതാണ് അവരുടെ അടുക്കള. എല്ലാം നല്ല പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഇതാണ് പണ്ടത്തെ മനയിലൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉള്ള കിണർ. ഇത് വീടിൻ്റെ അകത്ത് കൂടെ നമുക്ക് വെള്ളം എടുക്കാം. ഏതായാലും ഞാനും ഏണിപ്പടി കയറി ഒന്ന് നോക്കിയപ്പോൾ അവിടെ കുറച്ച് തേങ്ങകൾ മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ സൂക്ഷിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അവർ. ഇതാണ് ആനയെ കെട്ടിയിരുന്നിരിക്കുന്ന ഭാഗം, മുറ്റം. ഇവിടെയൊക്കെ നിറയെ ആനകളുണ്ടായിരുന്നു തോന്നുന്നു. കാരണം അത്രയും വലിയ മുറ്റമാണ് അതുള്ളത് ഈ മനയിൽ.
കാണാൻ വരുന്നവർക്ക് ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇവിടെ. മുറ്റത്ത് ഒരു മുല്ലപ്പൂ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തളങ്ങൾ. ഇവിടെ ഒരു മനുഷ്യൻ കവന്ന് കിടന്ന സാഷ്ടാംഗം വീണിരിക്കുന്ന ഒരു കല്ലിൽ പതിച്ചത് കണ്ടായിരുന്നു. പിന്നെ ആട്ടുകെട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലമാണിത്. അതിൻ്റെ ഹുക്കും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടുത്തെ വലിയൊരു കുളം കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് ആ കുളം. ഇവിടെയും ഷൂട്ടിങ്ങൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത് വേറെ ഒരു മന, വലിയൊരു മന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ.
മേലിൽ നിന്നുള്ള നല്ല വ്യൂസായിരുന്നു ഇവിടെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഇടുങ്ങിയ സ്റ്റെപ്പാണ്. ഇത് കൂടെ ഒരാൾക്ക് മാത്രമേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നവർ. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി പുറത്തോട്ട് പോയി. അങ്ങനെ ഇവിടെ നിന്ന് വരക്കശ്ശേരി മനയിൽ നിന്നും അപ്പോൾ അവിടെ മുളയരി പായസം വിൽക്കുന്നുണ്ടായിരുന്നു. ആ പായസവും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ മുളയരി പായസം കുടിക്കുന്നത്. അത് 100 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഒരു നെല്ലാണ് സംഭവമാണത്. അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. ഇതാണത്, ഇത് പായസം. ഇതതിൻ്റെ അരിയാണ്, ഇത് നെല്ല്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ.